ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീഹാരം. അപ്പം നമുക്കിന്നൊരു പാൽക്കപ്പ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് കപ്പ നല്ലോണം വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ച് വേവിക്കുക. നല്ലോണം വേവിച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ വെന്ത കപ്പ ഉടച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ആവശ്യത്തിന് തേങ്ങാപ്പാൽ എടുത്ത് നമുക്ക് അതിലേക്ക് അരിച്ചൊഴിക്കാം. തേങ്ങയുടെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നതിന്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ട് തന്നെ അതിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് താളിക്കണം. അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ കപ്പയിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളെ പാൽക്കപ്പ റെഡി. ബൈ.